ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ഇത് നിങ്ങൾക്ക് ദോശേൻ്റെ കൂടെ കഴിക്കാൻ പറ്റും, ചോറിൻ്റെ കൂടെ, കഞ്ഞീൻ്റെ കൂടെ. പിന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർ അല്ല ബാച്ചിലേഴ്സ് അങ്ങനെയുള്ളവർക്കെല്ലാം ഇതൊരു വീക്കെൻഡിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാഴ്ച വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു മുറി തേങ്ങ ചിരകിയത്, കുറച്ച് കറിവേപ്പില, 20 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 2 നെല്ലിക്ക വലുപ്പത്തിൽ പുളി, കുറച്ച് വറ്റൽമുളക്, പിന്നെ കുറച്ച് കാന്താരി മുളകും, വൃത്തിയാക്കിയെടുത്ത ഉണക്കച്ചെമ്മീനും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് അത് ചൂടാവുമ്പോൾ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതുപോലെ വാട്ടിയെടുക്കുക. നമ്മൾ വാട്ടിയെടുത്ത വറ്റൽമുളക് ഇതുപോലെ പൊട്ടുന്ന പരുവത്തിലായിരിക്കണം. ഇനി അടുത്തത് നമ്മൾ ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇതുപോലെ നന്നായി വറുത്തെടുക്കുക. കയ്യിലൊക്കെ വെച്ച് പൊടിക്കുമ്പം പൊടിയുന്ന പരുവത്തിലായിരിക്കണം. ഇനി ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ചിരകിയതും അതുപോലെ കറിവേപ്പിലയും ചെറിയുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പുളി, പിന്നെ കാന്താരി മുളക് ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ നിർത്താണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതില്ലെങ്കിൽ തേങ്ങ അടിക്ക് പിടിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തേങ്ങ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുമായിരുന്നു. ഇനി നമ്മളിത് കുറച്ച് നേരത്തേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റൂ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട്. ചെറുതായിട്ട് മാത്രമേ പൊടിയാൻ പാടുള്ളൂ, കൂടുതൽ പൊടിയാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നിങ്ങൾക്കിത് നല്ല അടച്ചുറപ്പുള്ളൊരു കുപ്പിയിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഇത് ഒരു 2 മാസം വരെയൊക്കെ കേട് വരാണ്ടിരിക്കും. ഇനി ഇതുപോലെ ചെറിയ ചെറിയ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ എപ്പം പറയുന്ന പോലെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഫീഡ്ബാക്കും അറിയിക്കുക, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ അല്ലെ ട്രൈ ചെയ്ത് നോക്കിയോ എന്നൊക്കെ. ഓക്കെ, ബൈ.